എവ്രിവൺ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് സെൻട്രൽ വീനസ് പ്രഷർ CVP മോണിറ്ററിംഗ്. എനിക്ക് ഓൾറെഡി കുറച്ച് കമന്റ്സ് വന്നൊരു ടോപ്പിക് ആണ് കേട്ടോ ഇത്. ഓക്കെ, അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നത് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. ഞാൻ പറയുന്നത് കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ടെങ്കിൽ മാത്രം. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഐഡിയൽ വെയിൻ ഫോർ മോണിറ്ററിംഗ് ഓഫ് സെൻട്രൽ വീനസ് പ്രഷർ ഈസ് റൈറ്റ് ഇന്റേണൽ ജുഗുലാർ വെയിൻ ബിക്കോസ് ഇറ്റ് ഈസ് വാൽവ്ലെസ് ആൻഡ് ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ വിത്ത് റൈറ്റ് ഏട്രിയം. അതായത് സെൻട്രൽ വീനസ് പ്രഷറിനെ നമ്മൾ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഐഡിയൽ ആയിട്ട് ഉപയോഗിക്കുന്ന വെയിൻ ഏതാണ് എന്നതാണ് ഈ സെന്റൻസിലൂടെ പറയുന്നത്. റൈറ്റ് ഇന്റേണൽ ജുഗുലാർ വെയിൻ. കാരണം ആ വെയിൻ എന്തുകൊണ്ട് നമ്മൾ കൂടുതൽ പ്രിഫർ ചെയ്യുന്നു എന്നതിന്റെ റീസൺ ആണ് ഇറ്റ് ഈസ് വാൽവ്ലെസ് ആണ്. അതോടൊപ്പം തന്നെ റൈറ്റ് ഏട്രിയത്തിലേക്ക് ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ ഇന്റേണൽ ജുഗുലാർ വെയിനിൽ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മോണിറ്ററിംഗ് ഓഫ് വീനസ് പ്രഷർ, സെൻട്രൽ വീനസ് പ്രഷറിന് ഐഡിയൽ വെയിൻ ആയിട്ട് ഇന്റേണൽ ജുഗുലാർ വെയിനിനെ പ്രിഫർ ചെയ്യുന്നത്. CVP can also be measured by subclavian, basilic and femoral vein. സെൻട്രൽ വീനസ് പ്രഷർ നമുക്ക് സബ്ക്ലേവിയൻ വഴിയും ബേസിലിക് വഴിയും ഫെമറൽ വെയിൻ വഴിയും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ആ വെയിൻസ് യൂസ് ചെയ്ത് നമുക്ക് സെൻട്രൽ വീനസ് പ്രഷർ കത്തീഡ്രൈസേഷൻ ചെയ്ത് CVP മോണിറ്ററിംഗ് ചെയ്യാവുന്നതാണ്. പക്ഷെ ഐഡിയൽ വെയിൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇന്റേണൽ ജുഗുലാർ വെയിൻ ആണ്. അതിന്റെ റീസൺ ആണ് അത് വാൽവ്ലെസ്സും ആണ്, റൈറ്റ് ഏട്രിയത്തിലേക്ക് ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ വരുന്നതുമാണ്. എനിക്കിത് എന്റെ വൈദ്യക്ക് കിട്ടിയ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. എന്തുകൊണ്ട് റൈറ്റ് ഇന്റേണൽ ജുഗുലാർ വെയിൻ കൂടുതൽ പ്രിഫർ ചെയ്യുന്നു എന്നുള്ളത്. അപ്പൊ വാൽവ്ലെസ് ആണ്, അതോടൊപ്പം തന്നെ റൈറ്റ് ഏട്രിയത്തിലേക്ക് ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ വരുന്നത് കൊണ്ടാണ് ഈ വെയിൻ ഐഡിയൽ ആയിട്ട് യൂസ് ചെയ്യാൻ പ്രിഫർ ചെയ്യുന്നത്. അപ്പൊ വൈവ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വേണം എന്നുള്ളവർ ഒന്ന് കമന്റ് ചെയ്യാട്ടോ. അപ്പൊ വൈവയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു വീഡിയോ ചെയ്യാം. നോർമൽ CVP ഈസ് 3 to 10 സെന്റിമീറ്റർ H2O, 2 to 8 mm Hg. നോർമൽ CVP റേഞ്ച് ആണ് ഈ പറഞ്ഞിരിക്കുന്നത് 2 to 10 സെന്റിമീറ്റർ H2O. നമുക്കറിയാം, നമ്മളിപ്പം CVP മോണിറ്ററിങ്ങിന് വേണ്ടിയിട്ട് നമ്മുടെ മോണിറ്റർ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് വരുന്ന ലൈൻസ്, അതിനകത്ത് കാണിക്കുന്ന റേറ്റ് നമുക്കറിയാം. ഓരോന്നിനും ഓരോ വൈറ്റൽ സൈൻസിനും അതിൻ്റെതായ നോർമൽ റേഞ്ച് ഉണ്ട്. ഹാർട്ട് റേറ്റ് ആണെങ്കിൽ 72, പൾസ് ഓക്സിമെട്രി നമ്മൾ വെച്ച് കഴിഞ്ഞാൽ 100 വരുന്നുണ്ടോ എന്നായിരിക്കും നമ്മൾ നോക്കുന്നത്. അതുപോലെ ETCO2 ആണെങ്കിൽ 35 to 45 mm Hg ഉണ്ടോ എന്ന് നോക്കും. അതുപോലെ തന്നെ CVPയുടെ നോർമൽ റേഞ്ച് ആണ് ഈ 3 to 10 സെന്റിമീറ്റർ H2O or 2 to 8 mm Hg എന്ന് പറയുന്നത്. ഈ ഒരു റേഞ്ചിലാണോ എന്നുള്ളതാണ് നമ്മൾ മോണിറ്ററിംഗ് ചെയ്യുമ്പോൾ കണക്കാക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടതുമായിട്ടുള്ള കാര്യം. ഇൻ ചിൽഡ്രൻസ് 3 to 6 സെന്റിമീറ്റർ H2O. ചിൽഡ്രൻസിനാണെങ്കിൽ 3 to 6 സെന്റിമീറ്റർ H2O ആയിരിക്കും നമ്മൾ നോക്കുന്നുണ്ടാവുക. ദെൻ മോർ ദാൻ 20 സെന്റിമീറ്റർ H2O ഇൻഡിക്കേറ്റ്സ് റൈറ്റ് ഹേർട്ട് ഫെയിലിയർ. നമ്മൾ CVP മോണിറ്ററിംഗ് ചെയ്യുമ്പോൾ 20 സെന്റിമീറ്റർ H2O കൂടുതലാണ് കാണിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിനർത്ഥം റൈറ്റ് ഹേർട്ട് ഫെയിലിയർ ആണ് എന്നുള്ളതാണ്. ഇനി CVPയുടെ ഇൻഡിക്കേഷൻസ് എന്തൊക്കെയാണ് എന്ന് നോക്കാം. മേജർ സർജറീസ് വെയർ ലാർജ് ഫ്ലക്ച്വേഷൻസ് ഇൻ ഹീമോഡൈനാമിക്സ് ഈസ് എക്സ്പെക്റ്റഡ്. അതായത് മേജർ ആയിട്ടുള്ള സർജറീസിൽ പേഷ്യൻസിന് കൂടുതലായിട്ടുള്ള ഫ്ലക്ച്വേഷൻസ്, വൈറ്റൽ ഫ്ലക്ച്വേഷൻ ഹീമോഡൈനാമിക്കലി നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി തന്നെ CVP മോണിറ്ററിംഗ് ചെയ്തിരിക്കും, CVP കത്തീഡ്രൈസേഷനും ചെയ്തിരിക്കും. CVP കത്തീഡ്രൈസേഷനും CVP കിറ്റിനകത്ത് എന്തൊക്കെയുണ്ട് അതൊക്കെ നമുക്കൊരു വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ ആ വീഡിയോ വേണം എന്നുള്ളവർ കമന്റ് സെക്ഷനിൽ പറഞ്ഞാൽ മതി കേട്ടോ. ഇനി നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഓപ്പൺ ഹാർട്ട് സർജറീസ്. ഹാർട്ട് സർജറീസ് നമുക്കറിയാം, ഓപ്പൺ ആയിട്ട് ചെയ്യുന്ന ഹാർട്ട് സർജറീസ് ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള സർജറീസിലേക്ക് നമ്മൾ CVP കത്തീഡ്രൈസേഷൻ ചെയ്യുന്നതായിരിക്കും. ദെൻ ഫ്ലൂയിഡ് മാനേജ്മെന്റ് ഇൻ ഷോക്ക്. ഫ്ലൂയിഡ് മാനേജ്മെന്റ് ഇൻ ഷോക്കിനും നമുക്ക് CVP കത്തീഡ്രൈസേഷൻ ഉണ്ടായിരിക്കുന്നതായിരിക്കും. ആസ്പിരേഷൻ ഓഫ് എയർ എംബോളസ്, ദെൻ കാർഡിയാക് പേസിംഗ്, ഇതിനൊക്കെ CVP കത്തീഡ്രൈസേഷൻ ആൻഡ് CVP മോണിറ്ററിംഗ് ഉണ്ടായിരിക്കുന്നതായിരിക്കും. ഇൻഡിക്കേഷൻസ് എന്ന് പറയുന്നത്, ഇൻഡിക്കേഷൻസിന്റെ അർത്ഥം, നമ്മൾ ഇൻഡിക്കേഷൻസും കോൺട്രാ ഇൻഡിക്കേഷൻസും ഉണ്ട്. ഇൻഡിക്കേഷൻസ് പറയുമ്പോൾ ഏതിനൊക്കെ ഇത് യൂസ് ചെയ്യുന്നു, കോൺട്രാ ഇൻഡിക്കേഷൻസ് എന്ന് പറയുമ്പോൾ ഏതിനൊക്കെ യൂസ് ചെയ്യുന്നില്ല. നമ്മുടെ ഹെഡിങ്സിന്റെ ഓരോന്നിന്റെയും എന്താ പറയാ മീനിങ്സ് പഠിച്ചു വെക്കണം. നമ്മൾ ഇതിനു മുന്നേ പറഞ്ഞ വീഡിയോയിൽ നമ്മൾ ഫാർമക്കോ കൈനറ്റിക്സും ഫാർമക്കോ ഡൈനാമിക്സും നമ്മുടെ ഡ്രഗ്സിന്റെ ഒരു ക്ലാസിഫിക്കേഷൻ ആയിട്ട് പറഞ്ഞ ഒരു കാര്യമായിരുന്നു.
ഡ്രഗ്സ് നമ്മൾ എങ്ങനെ എക്സാമിന് എഴുതണം എന്നുള്ളതിനെ പറ്റി പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ ഒരു കാര്യമായിട്ട് ഹെഡിങ് ഫാർമക്കോ കൈനറ്റിക്സ് എന്ന് എഴുതുക, എന്നിട്ട് അതിനെപ്പറ്റി എഴുതുക. ഫാർമക്കോ ഡൈനാമിക്സ് എന്ന് എഴുതുക, എന്നിട്ട് അതിനെപ്പറ്റി എഴുതുക. അതുപോലെ തന്നെ ഓരോന്ന് എഴുതുമ്പോഴും നിങ്ങൾ ഇങ്ങനെ ഹെഡിങ് കൊടുക്കുക. അതായത് ഇൻഡിക്കേഷൻസ്, കോൺട്രാ ഇൻഡിക്കേഷൻസ്, ഡിസഡ്വാൻറ്റേജസ്, അഡ്വാൻറ്റേജസ് ഇതൊന്നും കൊടുക്കാതെ നമ്മളിപ്പോൾ ഒരു സ്റ്റാർ ഇട്ട എക്സാമിന് ജസ്റ്റ് അങ്ങ് എഴുതി പോയി കഴിഞ്ഞാൽ നമ്മുടെ നോക്കുന്ന ഇൻവിജിലേറ്റേഴ്സ് ചിലപ്പോൾ ഒരുപാട് പേപ്പേഴ്സ് നോക്കി നോക്കി വരുന്ന ആൾക്കാരാണ്. അപ്പൊ അവർക്ക്, നമ്മൾ മനുഷ്യരാണ്, അപ്പൊ അവർക്ക് ബോറടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അതോടൊപ്പം തന്നെ പക്ഷെ നിങ്ങൾ ഹെഡിങ് എഴുതിയിട്ട് ഇത് കുട്ടി ഡിസഡ്വാൻറ്റേജസ് ഇതൊക്കെയാണ്, അഡ്വാൻറ്റേജസ് ഇതൊക്കെയാണെന്ന് ആ കുട്ടിക്ക് അറിയാം എന്നുള്ളത് അവർക്കൊരു ഇത് വരും. ഇതൊക്കെ ഒരു ചെറിയ രീതിയിലുള്ള എക്സാം ടിപ്സ് ആണ്. അപ്പൊ എക്സാം ടിപ്സ് നമുക്കൊരു വീഡിയോ ആയിട്ട് ചെയ്യാട്ടോ. നിങ്ങൾക്ക് അത് വേണമെന്നുണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ പറഞ്ഞാൽ മതി. അപ്പോൾ നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം. ഇനി നമുക്ക് സെൻട്രൽ വീനസ് പ്രഷർ എപ്പോഴൊക്കെയാണ് ഇൻക്രീസ് ചെയ്യുന്നത്, എപ്പോഴൊക്കെയാണ് ഡിക്രീസ് ചെയ്യുന്നത് എന്ന് നോക്കാം. സെൻട്രൽ വീനസ് പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നത് ഫ്ലൂയിഡ് ഓവർലോഡിംഗ് വരുമ്പോൾ, കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയർ ഉണ്ടാകുമ്പോൾ, പൾമണറി എംബോളിസം ഉണ്ടാകുമ്പോഴും, ഹീമോതൊറാക്സ് ഉണ്ടാകുമ്പോഴും ആണ്. ഹീമോതൊറാക്സ് എന്ന് പറയുന്നത് കളക്ഷൻ ഓഫ് ബ്ലഡ് ഇൻ സ്പേസ് ബിറ്റ്വീൻ ചെസ്റ്റ് വോൾ ആൻഡ് ലങ്സ് ആണ്. അതായത് ലങ്സിന്റെയും ചെസ്റ്റ് വോളിന്റെയും ഇടയ്ക്കുള്ള സ്പേസിൽ ബ്ലഡിന്റെ കളക്ഷൻ ഉണ്ടാകുന്നതിനെയാണ് നമ്മൾ ഹീമോതൊറാക്സ് എന്ന് പറയുന്നത്. നിങ്ങൾ ഈ എന്താണ് നമ്മുടെ മെഡിക്കൽ ടേംസ് ഉണ്ടല്ലോ, ന്യൂമോതൊറാക്സ്, ഹീമോതൊറാക്സ്, ഇതൊക്കെ എന്താണ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് മലയാളത്തിൽ അർത്ഥം എഴുതി വെച്ചൊക്കെ പഠിക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പൊ അത് കുറച്ചുകൂടി നിങ്ങൾക്ക് മെഡിക്കൽ ടേംസ് പഠിക്കാനായിട്ട് ഹെൽപ്ഫുൾ ആയിരിക്കും. ഹീമോതൊറാക്സിന്റെ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ഡ്രെയിനിങ് ദ ബ്ലഡ് ഔട്ട് ഓഫ് ചെസ്റ്റ് ക്യാവിറ്റി ആണ്. അപ്പൊ അതൊക്കെ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. ഞാൻ ഇതിൽ ഒരുപാട് ഇലാബറേറ്റ് ചെയ്ത് പറയുന്നില്ല. ഇനി നമുക്ക് CVP എങ്ങനെയൊക്കെയാണ് ഡിക്രീസ് ആവാനുള്ള ചാൻസസ് എന്ന് നോക്കാം. CVP ഡിക്രീസ്ഡ് ഇൻ ഹൈപ്പോവോളിമിയ ആൻഡ് ഷോക്ക്. അതുപോലെ സ്പൈനൽ ഓർ എപ്പിഡൂറൽ അനസ്തീഷ്യ കൊടുക്കുമ്പോൾ, ജനറൽ അനസ്തറ്റിക്സ്, വാസോ ഡൈലേഷൻ ഒക്കെ ഉണ്ടാകുമ്പോൾ CVP ഡിക്രീസ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞ പോയിന്റ്സ് ഒക്കെ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ ഈ സബ്ജക്ട് പഠിക്കുന്ന സ്റ്റുഡൻസിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ. അടുത്തൊരു വീഡിയോയുമായിട്ട് ഉടനെ കാണാം.